ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ജനനായകൻ നമുക്കെല്ലാവർക്കും അറിയാം. വിജയ് സാറിൻ്റെ അവസാന ചിത്രമായ ജനനായകൻ ഇപ്പോൾ വളരെ പ്രതിസന്ധിയിൽ നിൽക്കും. ചിത്രത്തിനെതിരെ സെൻസർ ബോർഡിന് കിട്ടിയ പരാതിന്മേലാണ് ചിത്രം ഇപ്പോൾ റിലീസ് സ്റ്റേ ആയിട്ട്. വിവാദങ്ങളായിട്ടുള്ള പല പ്രൊപ്പഗണ്ട സിനിമകൾക്കും UA സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സെൻസർ ബോർഡിന് ഇതുപോലെ മുതൽ മുടക്കിൽ വരുന്ന, അതായത് വിജയ് സാറിൻ്റെ അവസാന ചിത്രമായ ജനനായകൻ 500 കോടിയോളം രൂപ മുടക്കിയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ചിത്രത്തിന് ഇപ്പോൾ സ്റ്റേ കൊടുത്തിരിക്കുന്നത് ഇത് ഒരു പൊളിറ്റിക്കൽ ഗെയിം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിജയ് സാറിൻ്റെ പാർട്ടിയായ TVK ഈ വരുന്ന 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗം കുറിക്കാൻ ഒരുങ്ങി. TVK ഇലക്ഷനിൽ ഒരു പ്രധാന ശക്തിയെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള രാഷ്ട്രീയ കളിയിൽ വിജയ് സാറിനെതിരെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. നമ്മുടെ മെർസൽ ഇറങ്ങുന്നതിന് മുമ്പും, മെർസൽ ഇറങ്ങിയ ശേഷവും, അതിനു മുമ്പ് ഇറങ്ങിയ കത്തിയിലും പുലിക്കും എല്ലാ പടത്തിനും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമ എന്നത് ഒരാളുടെ മാത്രം അധ്വാനമല്ല, അതൊരു കൂട്ടം മനുഷ്യരുടെ അധ്വാനമാണ്, വിയർപ്പാണ്. കലയെ പോലും പൊളിറ്റിക്സ് കൊണ്ട് നേരിടുന്ന ഇന്നീ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കും. ഈ സ്റ്റേ ഒക്കെ വെറും താൽക്കാലികം മാത്രമാണ്. വിജയ് സാറിനും വിജയ് സാറിൻ്റെ ചിത്രമായ ജനനായകനും വേണ്ടി കട്ട വെയിറ്റിംഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്.